മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉത്സവം കേന്ദ്രം കട്ട് ചെയ്യുമോ, കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കൗതുക കാഴ്ചകൾ ഏറെയുള്ള കൊട്ടിയൂർ നഗരിയിൽ വേറിട്ട ലുക്കുമായി സർവീസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കൊട്ടിയൂരിലെ താരമാണ്. കൊമ്പൻ മീശയുമായി സർവീസ് ചെയ്യുന്ന നവീൻ കൊട്ടിയൂരിന് ജനശ്രദ്ധയേറുന്നു. ഐതിഹ്യങ്ങൾ കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ടും പ്രശസ്തിയേറിയ കൊട്ടിയൂർ പെരുമാൾ സന്നിധിയിൽ വേറിട്ട ലുക്കുമായി സർവീസ് ചെയ്യുന്ന മീശക്കാരൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജനങ്ങൾക്കിടയിൽ താരമാവുകയാണ്. നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ജനങ്ങൾ എല്ലാം തന്നെ കൗതുകത്തോടെയാണ് ഈ മീശക്കാരൻ സാറിനെ നോക്കുന്നത്. പൗരുഷ പ്രതീകമായി പലപ്പോഴും നാം കാണാറുള്ളത് കട്ടികൂടിയ പിരിച്ചുവെച്ച മീശകളാണ്. ഒറ്റനോട്ടത്തിൽ സിനിമാ സ്റ്റൈലിനെ വെല്ലുന്ന ഗാംഭീര്യമുള്ള മീശയാണെങ്കിലും പെരുമാറ്റത്തിൽ തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. മട്ടന്നൂർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഇരിട്ടി സ്വദേശിയാണ് നവീൻ എന്ന ഈ ഉദ്യോഗസ്ഥൻ. തന്റെ വേറിട്ട ലുക്ക് കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ഇദ്ദേഹം ബാവലിപ്പുഴയിൽ ഇറങ്ങുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കാണ് കൊട്ടിയൂരിൽ നിൽക്കുന്നത്. മീശ പരിപാലിക്കുന്ന കാര്യം വളരെ കഠിനമാണെന്നും ഇൻസ്റ്റഗ്രാം റീൽസ് വഴിയാണ് ഇതിനുള്ള മോട്ടീവ് തനിക്ക് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. വർക്ക് ചെയ്യുന്ന മട്ടന്നൂർ സ്റ്റേഷൻ, ഇവിടെ ഇപ്പോൾ ഒരു മാസത്തേക്ക് ഇവിടത്തേക്ക് അറ്റാച്ച് ചെയ്യും. ഇത് പുഴയിലിറങ്ങുന്ന വരെ അവിടെ റെസ്ക്യൂ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫയറിൻ്റെ കയ്യാലൊക്കെ ഓല മേഖല ഫയർ എന്തെങ്കിലും ഉണ്ടായാലും ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായാൽ പിന്നെ ഈ വെള്ളത്തിൻ്റെ റെസ്ക്യൂ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-12 പേരുണ്ട്. വളർത്തുന്നത് 2.5 കൊല്ലത്തോളം അതിടക്ക് ഒന്ന് കട്ട് ചെയ്തു. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വാക്സ് യൂസ് ചെയ്യണം, ഓയിൽ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഇയാൾ യൂസ് ചെയ്യുന്ന ഡെത്ത് ഗ്രിപ്പ് എന്നുള്ള സാധനമുണ്ട്. ഈ 10-20 അതധികം ഇത് കിട്ടൂല, എന്താ പറയുക, അത് ടൈം കിട്ടൂല. ഇത് ഡെത്ത് ഗ്രിപ്പ് ഒരു ഇവിടെ എത്തുമ്പോഴത്തേക്ക് 3000 രൂപയാവും. അതിനിവിടെ ഡെലിവറി ഇല്ല. അപ്പോൾ ഒരു ഖത്തറിലുള്ളൊരു ഫ്രണ്ട് അവിടത്തേക്ക് വരുത്തിച്ചിട്ട് ന്യൂയോർക്കിൽ മെയ്ഡ് ഇൻ ന്യൂയോർക്ക് സാധനമാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉത്സവം കേന്ദ്രം കട്ട് ചെയ്യുമോ, കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വ്യത്യസ്ത കാഴ്ചകൾ ഏറെയുള്ള കൊട്ടിയൂരിൽ മറ്റൊരു കൗതുക കാഴ്ചയായി മാറുകയാണ് ഈ ഉദ്യോഗസ്ഥൻ.